മലപ്പുറം താനൂരിൽ നിന്ന് പെൺകുട്ടികൾ നാടുവിട്ട സംഭവത്തിൽ യുവാവ് കസ്റ്റഡിയിൽ. എടവണ്ണ സ്വദേശി റഹീം അസ്ലമിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. പെൺകുട്ടികളെ നാടുവിടാൻ സഹായിച്ചത് റഹീം അസ്ലമാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. സമീർ, ഈ യുവാവിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വിവരങ്ങൾ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. എന്താണ് ഇവർ നാടുവിട്ടു പോകാൻ കാരണം എന്നത് സംബന്ധിച്ചുള്ള അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇവരുടെ കയ്യിൽ എങ്ങനെ ഇത്രയും പണം വന്നു എന്നുള്ള ചോദ്യമുണ്ട്. പോലീസിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും സമീർ? റീജിത്ത്, നിലവിൽ കസ്റ്റഡിയിലുള്ള റഹീം അസ്ലമിനെ നിലവിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താനൂർ ഡിവൈഎസ്പി ഓഫീസിലാണ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്ത് വരുന്നത്. ഇയാളിൽ നിന്നും ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇന്ന് രാവിലെ 5 മണിക്ക് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. മുംബൈയിൽ നിന്നാണ് ഇയാൾ തിരൂരിൽ എത്തിയത് എന്ന് പോലീസ് തന്നെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. നേരത്തെ തന്നെ ഈ പെൺകുട്ടികളുടെ കൂടെ യുവാവ് യാത്ര ചെയ്തു എന്ന് പോലീസിനോടും 24 ഒക്കെ തന്നെ ഈ യുവാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ സ്വാഭാവികമായും യാത്ര ചെയ്യുക മാത്രമാണോ യുവാവ് ചെയ്തത്? മാത്രമല്ല, എന്തൊക്കെ സഹായങ്ങൾ ഈ പെൺകുട്ടികൾക്ക്, ഈ നാട് വിടാൻ വേണ്ടിയുള്ള കുട്ടികൾക്ക് യുവാവ് ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ചോദ്യം. അതിനനുസരിച്ചായിരിക്കും പോലീസിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക. സ്വാഭാവികമായും അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കാനാണ് സാധ്യത. കാരണം പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ നാടുവിടാനാണ് യുവാവ് സഹായിച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. മാത്രമല്ല, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോട് കൂടെ ഈ നാട് വിട്ടുപോയ പെൺകുട്ടികൾ താനൂരിലേക്ക് പോലീസ് എത്തിക്കും. അതിനുശേഷം കുട്ടികളെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഈ ബന്ധുക്കളുടെ കൂടെ വിടാനാണ് പോലീസിന്റെ തീരുമാനം. മാത്രമല്ല, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും അടക്കം ഈ കൗൺസിലിംഗ് നൽകാനും നിലവിൽ തീരുമാനമായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റീജിത്ത്. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.